ദുആ ദിക്റും ദുആ ആണല്ലോ. അഫ്ദലു ദുആ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊടുക്കണേ. അസ്തഗ്ഫിറുല്ലാഹ് നേരത്തെ പറഞ്ഞില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലുന്നവരല്ലേ നമ്മള്. അതിന്റെ ഉപയോഗം കുറിച്ചറിയോ? എന്താ ഇയാളുടെ പേര്? എന്റെ പേരെന്താ? എന്റെ പേര് അസീം. അസീം അസീം നീ അസ്തഗ്ഫിറുല്ലാഹ് അല്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലണ്ട, നീ ഉറക്കില്ല. അസ്തഗ്ഫിറുല്ലാഹ് അറിയാം എനിക്ക്. ആരാ അസ്തഗ്ഫിറുല്ലാഹ് എന്നാര്? ചെല്ലുന്നത്. ആ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലി എന്താണെന്നറിയാം എനിക്ക്. എന്താ? തൗബയാണ് തന്നെ. അത് ചെല്ലിയാള് ഗുണം അറിയാം. ഒരു ദിക്റിന്റെ ഗുണം ഞാൻ പറയുന്നത്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, മഹാനായ ഹസനുൽ ബസ്രി, ഒന്ന് ഒച്ചത്തി പറയും, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങള് ഓരോ ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാളിങ്ങനെ എണീച്ചിട്ട്, തങ്ങളെ എന്റെ കാര്യം വളരെ കഷ്ടമാണ്. കഷ്ടം, ഇവിടെ കഷ്ടം തന്നെയല്ലേ പറയുന്നത്? കഷ്ടം അങ്ങനല്ലേ പറയാ, കഷ്ടമാണ്. എന്താ ചെയ്യേണ്ടത്? തങ്ങള് പറഞ്ഞു, നീ എന്താ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചു. എന്റെ പ്രശ്നം എന്റെ ഭാര്യ ഇവിടെ പെന്നെയാണ് പറയുന്നത്. പിന്നെയാ എന്റെ പെന്നെ നാവ് ഒരു നാവറിയാ. ഈ നാവ് ഒരു 1.5 മീറ്റർ ഉണ്ട്. എപ്പ നോക്കിയാലും ഈ പെന്നെ എന്നെ കുത്തും. ഞാനും പെണ്ണുങ്ങൾ എപ്പം കുഴപ്പാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് നല്ലോണം ചൊല്ലിക്കോന്ന് പറഞ്ഞു. വേറെ ആളും തങ്ങളെ എന്റെ കാര്യം കഷ്ടമാണ്. എന്താ? എന്റെ കച്ചവടം പൊട്ടിപ്പോയി. കച്ചവടം ബിസിനസ് ഞാൻ എവിടെ തുടങ്ങിയാലും പൊട്ടിപ്പോന്നു പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലടോന്ന്. വേറെ ആള് പറഞ്ഞു, ഞാൻ കൃഷിക്കാരനാണ്, വെള്ളമില്ല, ഭൂമിയെല്ലാം വരണ്ടിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോന്ന്. അജ്ജബനാലൊക്കെ ഇമാമെ വല്ലാത്ത അത്ഭുതം തോന്നുകയാണല്ലോ. അപ്പോഴാ പറഞ്ഞേട്ടാ, നിനക്ക് അല്ലാഹ് പറഞ്ഞത് അറിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറ ആയത്ത് ഓതി കൊടുത്തു. മനസ്സിലായോ? അസ്തഗ്ഫിറുല്ലാഹിനെ കൊണ്ട് കിട്ടുന്ന ദുആണ്. ചെറിയ കാര്യമല്ല. നമ്മുടെ ചില വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ദുആ നല്ലോണം സാധിക്കും. ദ്വാരക്കേണ്ട കോലമുണ്ട്. ദ്വാരക്കുന്നതിനൊരു മര്യാദ ഉണ്ട്, അതവുണ്ട്. ചിലവനെല്ലാം ദ്വാരക്കാൻ നിൽക്കുന്ന സമയത്താണ് പാറ പറിക്കാൻ പോക്ക്. പാറ എന്നിട്ട് ഇങ്ങനെ മൂക്കി കൈയിട്ട് എന്നിട്ട് അതെല്ലാം വലിച്ചെടുത്ത് എന്നിട്ട് ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് ഒറ്റയിടല് പള്ളിയിലേക്കാണ്. അല്ലാഹു കാക്കട്ടെ. ഇല്ലെങ്കിൽ രാത്രി തിന്നിട്ട് പല്ലുമ്മ കുടുങ്ങിയിട്ടുണ്ടാവും ഒരു ഇറച്ചി കഷ്ണം, ഇങ്ങനെ കൊളുത്തി എടുത്ത് ഒറ്റ തുപ്പ് പള്ളിയിലേക്ക്. ദുആന്റെ സമയത്ത് അല്ലാഹു തആല കാക്കട്ടെ. ദ്വാരക സമയത്ത് അതവുണ്ട്, നല്ല പെടുത്ത. ചിലവനെല്ലാം കാണാം, സുബഹിക്കെല്ലാം പോകുമ്പോ പള്ളിയിലേക്കെല്ലാം പോകുമ്പോ ഇട്ട് കൊണ്ടുപോയി ഡ്രസ്സ് കണ്ട സങ്കടം വരും. തൊക്കെല്ലാം കീറിയ തൊക്കറിയാ, കക്ഷം കീറിയ ബനിയനെല്ലാം ഇട്ടിട്ടാന്ന് ഒരുത്തം പള്ളിയിൽ പോക്ക്. പഴയ ഒരു ബനിയനെല്ലാം ഇട്ടിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉപയോഗിച്ച് പഴയ കൈത തുണിയെല്ലാം എടുത്തിട്ടാണ്. അല്ലാഹു തആല കാക്കട്ടെ. നല്ല ഡ്രസ്സ്, വൃത്തിയുള്ള ഡ്രസ്സ് എടുത്തിട്ട് നല്ല മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നത് അവരെല്ലാം അള്ളാഹിന്റെ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഒക്കെ പുതിയ പുതിയ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സ് ഇടുക. അത്ര മനോഹരമായിട്ട്. കാരണം ചോദിക്കുന്നത് പടച്ചോന്റെ മുന്നിൽ ഒരു MLA വരും, നമ്മൾ സിദ്ധരാമയ്യ വരുന്നുണ്ട് കാണണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോക്ക്? കയ്യിൽ തുണി എടുത്തിട്ട് പോവോ? ഇല്ല. നല്ല മനോഹരമായ വൃത്തിയിൽ അള്ളാഹിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല വൃത്തിയിൽ പോകണം. നല്ല വൃത്തിയിൽ അള്ളാഹു ജമാലിന് ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല വൃത്തിയിൽ മനോഹരമായിട്ട് പോയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. കുനൂത്തിലെ സുബീന്റെ കുനൂത്തിലെല്ലാം പങ്കെടുക്കണം. സുബീ നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹു നമ്മെ കാക്കട്ടെ. നല്ലോണം ദുആ ചെയ്യണം. ദുആന്റെ സന്ദർഭത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കിട്ടാൻ ദ്വാരക്കണം. ആരോടെ ചോദിക്കണ്ട്? മുടി വെച്ചോണ്ട് പേരെന്താണ്? റഷീദ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കാൻ എപ്പാ ദ്വാരക്കേണ്ട റഷീദ? നീ പെണ്ണ് കിട്ടിയിട്ടില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കിട്ടാൻ എപ്പാ ദ്വാരക്കേണ്ട? കുഴപ്പമായാല, ഷണ്ടായാല അല്ല.
സുബീക്ക ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ആവാൻ വേണ്ടി എപ്പ ദ്വാരക്കണ്ട്? മംഗളത്തിന്റെ അന്ന്. കല്യാണം മംഗലം തന്നെ ഇവിടെ പറയല് കല്യാണം. മംഗളത്തിന്റെ അന്ന് ആണും പെണ്ണും കാണുമ്പോ ചൊല്ലണ്ട, തലക്ക് കൈവെക്കും. ആരെ? ക്യാമറക്കാരനല്ല. ഭാര്യ ഭർത്താവിന്റെ തലക്കിൽ കൈവച്ചിട്ട് അള്ളാഹു നീ ബർക്കത്ത് നൽകണമെന്ന് പറയും. ഭർത്താവ് ഭാര്യന്റെ തലക്കിൽ നല്ല ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ നിക്കാഹിന് ശേഷം ആദ്യമായി കാണുമ്പോഴാണ് അവർക്കിടയിൽ അല്ലാഹു തആല സ്നേഹത്തിട്ട് കൊടുക്കുക. അങ്ങനെ ഭാര്യയും ഭർത്താവിനെ കാണുന്ന സമയം അപ്പോ കുറെ ക്യാമറക്കാരനെ കൊടയും വെച്ചിട്ടുള്ള നിർത്തും. പറ്റൂല, പറയണം ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭം. ഭാര്യയും ഭർത്താവും നമ്മൾ സ്നേഹത്തിൽ വേണോ ദ്വാരക്കേണ്ട സന്ദർഭം. ചെറിയ കാര്യമല്ല. ചില ആള് പറയും കുട്ടികൾക്ക് പിരാന്തം സ്വഭാവം. പിരാന്തം എന്ന് പറഞ്ഞിട്ടില്ല. എന്താ എന്ന് പറയല്? എന്തല്ലോ കളിക്കുന്ന പറയും, പറഞ്ഞാൽ കേൾക്കുന്നില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് SSLC വരെ, ഇത് SSLC എന്നാ പറയല്, SSLC കഴിഞ്ഞവരെ പ്രശ്നമൊന്നുമില്ല. എപ്പം പള്ളിയിൽ പോകും, മദ്രസയിൽ പോകും. +2 മദ്രസ പഠിച്ചന്. സ്കൂളിൽ +2 കഴിയുമ്പോഴത്തേക്കും രാത്രി 2 മണിക്കല്ല വരിക, 3 മണിക്ക്. ഏട്ടറാ പോയിന് എനിക്ക് ഇഷ്ടമുള്ളടുത്ത്. ഉപ്പാക്ക് വർത്താനം പറയാമെങ്കിൽ ഉപ്പയായിട്ട് തെറ്റി. ഉപ്പാനോട് കൊണ്ടൂല, ഏട്ടനോട് കൊണ്ടൂല, അനിയനോട് കൊണ്ടൂല, ഉമ്മാനോട് ഷണ്ട. എപ്പോ പൈസ വേണം. പാതിരാക്കുണ്ടാവും, എണീച്ചു പോകുന്നു. ഏട്ടറാ പോകുന്നു, ഒന്നും കൊണ്ടൂല. ബൈക്ക് എടുത്ത് ഒറ്റപ്പോക്ക്. ഈ മോനെ ശരിയാക്കാൻ വേണ്ടി പറയലുണ്ട്. ജലാലി ഉസ്താദ് 300 രൂപ കൊടുത്തിട്ട് ശരിയാക്കാൻ പറയും. നടത്തുമോ? ഞാനൊക്കെ കേരളത്തില് പ്രസംഗിക്കുമ്പോ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞ എന്റെ ഉപ്പാന്റെ കബറ് വെളിച്ചാണ്. ഉപ്പാന്റെ കബറ് വെളിച്ചാണ്. അതിന് 300 രൂപ. ഞാൻ ഓനിക്കെന്താ പണിന്ന് വെച്ചോ. പറഞ്ഞു ഓൻ ഇടക്കിടക്ക് മക്കളെയും കൂട്ടി ടൂർ പോക്കാൻ വേണ്ടി. ഖബർസ്ഥാൻ കുറച്ച് ദൂരം. ഞാൻ പറഞ്ഞു ഈടുന്ന ആടത്തേക്ക് വയറിടണം, അതിന്റെ ഉള്ളിൽ ട്യൂബ് ഇടണം. വെളിച്ചം വേണ്ടേ? കറണ്ട് പോയാൽ കത്തണ്ടേ? ബാറ്ററിയും വേണം. ഇതെല്ലാം ഒരു 300 രൂപയ്ക്ക് നടക്കൂല. എല്ലാം ട്രോളിങ് ആയി. നമ്മളെ അവസ്ഥ മക്കള് നന്നാവണമോ? സാലിഹായ മക്കൾ ഉണ്ടാവണമെന്ന് നമ്മൾ ആശിച്ചവരല്ലേ നമ്മളെല്ലാം? അല്ലേ? എന്റെ മോൻ മൊഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പോലോത്തൊരു മോൻ എനിക്ക് തരണേ റബ്ബേ എന്ന് ദ്വാരത്തിട്ട് ബന്ധപ്പെട്ട എത്ര ആളുണ്ടോ നമ്മളെ കൂട്ടത്തിലൊന്നും കൈവയ്ക്കുക? കാണാൻ വേണ്ടിട്ട്, അറിയാൻ വേണ്ടിട്ട്. മൊഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പോലെ, റിഫാഹി ഷെയ്ഖ് തങ്ങളെ പോലെ, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ പോലെ, ദാവൂദുൽ ഹക്കീം മുത്തഫഡ് തങ്ങളെ പോലെ, നാഗൂർ ഷരീഫിൽ കിടക്കുന്നവരെ പോലെ, ഇവിടെ കിടക്കുന്ന നമ്മൾ സിയാറത്തിന്റെ സ്ഥലമില്ലേ, കാജൂറുള്ള മഹാനെ പോലെ, അങ്ങനത്തെ ഒരു മോനെ എനിക്ക് തരണേ അല്ലാഹ്. കമ്പ്യൂട്ടർ പഠിക്കുന്ന എന്താ ജോലി സാധ്യത? അങ്ങനെ ആലോചിച്ചിട്ടല്ലേ? ബോധലക്കാക്കട്ടെ. മക്കള് സ്വാലിഹീങ്ങളാവണമോ? മക്കൾക്ക് പിരാദിന്റെ സ്വഭാവം ഇല്ലാതിരിക്കണമോ? എപ്പോഴാ ദുആ ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ഒരു ദിക്റുണ്ട്, ഒരു ദുആ ഉണ്ട്. ആ ദുആ നിങ്ങൾ ദ്വാരക്കണേ. ഏതാ ദുആ? ഏതാ ദുആ? നീ ഇരുമ്പുന്ന മാതിരി ഇരിക്കല്ല. ഏതാ ദുആ? ഏതാന്ന്? ഏതാ ദിക്റ്? ഞാൻ എവിടെ ചോദിച്ചപ്പോ ഒരുത്തൻ പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമുക്ക് എന്ത് കോയിനേർക്കുന്നു? ഭാര്യയും ഭർത്താവും ചെല്ലുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ചെല്ലേണ്ട ദിക്റ് ഏതാ? പടച്ചോനെ, ശൈത്താന്റെ എല്ലാ കണികളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശൈത്താൻ ഇടപെടുന്ന സമയമാണ്, ശൈത്താൻ ശരീരത്തിലേക്ക് കയറുന്ന സമയമാണ്, അതിന് അവൻ മേൽക്കൈ നേടുന്ന സമയമാണ്. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ എന്റെ കുട്ടിയെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനത്തെ കുട്ടിയാന്ന് രക്ഷപ്പെടുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ കാര്യമല്ല ഇതെല്ലാം. ഒരു ടെക്നിക്കല്ലേ, ടെക്നോളജി ഉണ്ട് ഇതിനെല്ലാം. ടെക്നോളജി ഉണ്ട്. അല്ലാഹു തആല തൗഫീഖ് നിർവഹിക്കുന്നില്ല. നല്ലോണം ദുആ ചെയ്യണം. നല്ലോണം നേരത്തെ പറഞ്ഞ പോലെ ദ്വാരക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. മക്കൾ നന്നാവാൻ, വീട് കെട്ടുക, അല്ലെ? മക്കളില്ലാത്തവര് ദ്വാരക്കാൻ എല്ലാം. പരിശുദ്ധ ദീൻ എന്താ ഇല്ലാത്ത? ദിക്റ് കൊണ്ടല്ലേ നടക്കുന്നത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
മറ്റൊന്ന് അസ്സദഖത്തുൽ ബലായ, ആപത്തിൽ നിന്ന് കാക്കും, വിഷമങ്ങൾ കാക്കും. അല്ലേ, ഇവിടെ ബോക്സില്ലേ, ധർമ്മപ്പെട്ടിയില്ലേ, പിന്നെന്താ പറയാ, ഡൊണേഷൻ ബോക്സ് പള്ളിയിലില്ലേ, അതിന്റെ മുകളിൽ ബോർഡ് എഴുതിയിട്ടില്ലേ, അസ്സദഖത്തുൽ ബലായ ആപത്തിൽ നിന്ന് കാക്കും. ഇത് ആരോ ഓഫറാ? പള്ളി കമ്മിറ്റിയില്ല, സംസ്ഥാന ജില്ലാ കമ്മിറ്റിയാ. ആരോ ഓഫറാ? അള്ളാന്റെ അല്ലേ? നല്ലോണം സദഖ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറിയാൻ വേണ്ടി ചോദിക്കാണ്. ഒരാളെ കയ്യിൽ ആരും തരാനല്ല, ഒരാളെ കയ്യിൽ 2 500 നോട്ട്, 2 200 നോട്ട്, 1 100 നോട്ട്, ഏതാ സദഖ ചെയ്യണ്ടേ? ഉസ്താദിന്റെ പേരെന്താ? ഓർക്കില്ല. 500 ഇങ്ങ് കൊടുക്കോ? അൽഹംദുലില്ലാഹ് 500. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധു എത്ര കൊടുക്കും? തരാനല്ല ചോദിക്കാൻ. 100 500. നിങ്ങൾ എത്ര കൊടുക്കൂ? 500. ഇതല്ല 500 കൊടുക്കുന്ന ടീമല്ല അല്ലേ? അൽഹംദുലില്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. മരിക്കുന്ന സമയത്ത് ഇങ്ങനെ മൂക്കിൽ വെച്ചിരുന്ന് അതല്ലേ ഈമാൻ അല്ലേ? വെന്റിലേറ്റർ മൂക്കിൽ വെക്കുന്ന സാധനമല്ലേ ഈമാൻ? ഈമാൻ അത് കിട്ടി മരിക്കണേ, അതല്ലേ നമ്മളാശ. ദാഹമൗതത് കൂട്ടിടും ബദിരീങ്കളാൽ തുണ റബ്ബന. ഇബ്ലീസിനാട്ടിയിട്ടുള്ളൊരു മരണമാണ് ഈമാൻ കിട്ടിയ മരണം. ആ മരണത്തിലേക്ക് അടുക്കണമോ? സദഖക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്, സദഖക്ക് വല്ലാത്തൊരു ബന്ധം. അതേതാ ബന്ധം? അതേതാ ബന്ധം? ആ പൈസ മുഴുവൻ കൊടുക്കലാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമുക്കറിയില്ലേ തബൂക്ക് യുദ്ധത്തില് ഹബീബാ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നല്ലോണം പിരിവ് വേണേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങി, ഇങ്ങനെ എടുത്തു വെക്കാൻ തുടങ്ങി. ഉദാഹരണമായി അന്ന് പൈസയൊന്നുമില്ലല്ലോ, തലയണ, പാത്രങ്ങള്, ഗ്ലാസ്, ഓട്ടുവാ, ഇതെല്ലാം ഇങ്ങനെ എടുത്തു വെക്കുമ്പോ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ ഉമറേ പുരക്കൊന്നും വെച്ചിട്ടില്ല, എല്ലാം എടുത്ത് കൊണ്ടാതിനോ? അപ്പൊ പറഞ്ഞു നബിയെ 2 തലയണ ഉണ്ടായി, 1 ഇവിടെ കൊണ്ടാന്ന്, 1 ഞാൻ സൂക്ഷിച്ചു. ഇങ്ങനെ വാങ്ങി വെച്ചപ്പോഴുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. തങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങി. ജ്യൂസ് മെഷീന്, പ്ലേറ്റ്, സ്പൂൺ എല്ലാം ഇങ്ങനെ എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അബൂബക്കറെ വീട്ടിലൊന്നുമില്ലേ? എന്തിനാ എനിക്ക് വീട്ടില്? അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും എനിക്ക് പോരെ. അത് ഈമാനാൻ, മുഴുവൻ കൊടുക്കൽ ഈമാനാൻ. ഏതുപോലെ 20 വയസ്സുള്ള കോളേജ് പഠിക്കുന്ന മോനുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തില്? ഉണ്ടാ? മക്കളെ ഇല്ലേ? 20 വയസ്സുള്ള ഒരു 18 20 വയസ്സുള്ള മക്കളുള്ള കോളേജ് പഠിക്കുന്ന ഒരു മോനില്ലേ? ഒരാൾക്കും പറക്കൂയ? ഈ കൂട്ടത്തിൽ നിങ്ങൾക്കൊന്നും ഇല്ലേ? നിങ്ങൾക്കുണ്ടാ? എന്താ മോന്റെ പേര്? ഒന്ന് പച്ചത്തി പറയാൻ ഞാൻ കേൾക്കൂല. മുഹമ്മദ് സിദാൻ. നിങ്ങളെ പേരെന്താ? ഇബ്രാഹിം കാക്ക് സിദാൻ എന്ന മോന്റെ അല്ലാഹുവേ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാ. ആ സിദാൻ എന്ന മോൻ ഒരു ദിവസം പറയാണ്, ഉപ്പ എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ബാംഗ്ലൂരിലേക്ക് ടൂർ പോവാണ്, എനക്കും പോണം. ഇവന്റെ ഉമ്മ പറഞ്ഞു എന്ത്? ഇയാള് പറഞ്ഞു എന്താ പേര്? ഇബ്രാഹിംക്ക പറഞ്ഞേടാ എന്തിനാ സിദാനെ പോന്ന്? ഇവിടെ നാളെ എനിക്ക് ആടെ പോവാൻ്റെ മംഗളത്തിന് പോവാൻ്റെ ഒന്നും പറ്റൂല, എന്റെ എല്ലാ ഫ്രണ്ട്സും പോകുന്നപ്പോ ഉമ്മ വന്നിട്ട് പറയും ഓന്റെ ആശയല്ലേ, ഓനെ കുറെ കൊല്ലായില്ലേ പറയുന്നു, ഓനെ വിട്ടൂടെ? അങ്ങനെ പോകുന്ന സമയത്ത് ഓൻ പൈസ വേണം. എത്രയാ? 10,000 റുപ്യ. ഇബ്രാഹിംക്ക 10,000 റുപ്യ എനിക്ക് കൊടുത്തു. ഓൻ പോയി ടൂറിന് പോയി, ബാംഗ്ലൂരിലെത്തി. 5,000 റുപ്യ ചെലവാക്കി. 5,000 അടുത്ത കൊല്ലത്തേക്ക് ബാക്കി വെക്കോ? ഇല്ല, അത് ചെലവാക്കും. കംപ്ലീറ്റ് അടിച്ചു പൊളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വന്നിട്ട് കോളേജിന്റെ ഫീസ് 2,000 റുപ്യ ഉണ്ട്, അത് തരണം എന്ന് പറയും. എന്തേ ഓന് ചെലവഴിക്കുന്നതിന് ധൈര്യം? ഓനിക്കുള്ള ധൈര്യം എന്റെ ഉപ്പയുണ്ട്, ഇബ്രാഹിമായ എന്റെ ഉപ്പയുണ്ട്. ആ ധൈര്യത്തിലാവൻ ചെലവഴിച്ചത്. ഇനിയും ആവശ്യങ്ങൾ ഉണ്ടായാൽ എനിക്ക് നൽകാൻ എന്റെ ഉപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട്. എന്തേ നമുക്ക് അല്ലാഹു ഇല്ലാത്തത്? എന്തേ നമുക്ക് ആ ബോധം വരാത്തത്? എല്ലാം ചെലവഴിച്ചാലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. എന്റെ സമ്പത്ത് എന്റെ റബ്ബിന്റേതാണ്. എന്റെ ആരോഗ്യം എനിക്ക് റബ്ബ് തന്നതാണ്. ആ ബോധം നമുക്ക് പൂർണ്ണമായും വരുന്നില്ല. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ, മദ്രസക്ക് വേണ്ടി ചോദിക്കുമ്പോ
അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ, നല്ലോണം കൊടുക്കണം സദഖ. അത് ആപത്തുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് കാക്കുമെന്ന് വെറുതെ പറയുന്നതല്ല. ഒരു മയ്യിത്ത് എടുക്കുന്നതിന് മുമ്പ് ആ മയ്യിത്തിനെ സ്വീകരിക്കാൻ ഖബറിലേക്ക് നിശ്ചയിക്കപ്പെട്ടതാണ് സദഖ. സദഖയുടെ പ്രത്യേകത അതാണ്. മയ്യിത്ത് ഖബറിലേക്ക് എത്തുമ്പോഴേക്ക് അവിടെ സ്വീകരിക്കാൻ സദഖ കാത്തു നിൽക്കുമത്രേ. അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അങ്ങനത്തെ സദഖയാവണം. സദഖ ചിലവനെല്ലാം 1000 രൂപ കൊടുത്താൽ പറഞ്ഞുകൊണ്ടിരിക്കും 1000, പിന്നെയും പറയും 70,000, കുറച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റോളം വന്നിട്ട് 70,000 ഇങ്ങനെ പറഞ്ഞു. അല്ലാഹു തആല കാക്കട്ടെ. ഇങ്ങനെ കേട്ടോണ്ടിരിക്കൽ ഭയങ്കര ഹരായിപ്പോയി നമുക്ക്. സദഖ നല്ല ഇഖ്ലാസോടെ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൊടുക്കുമ്പോ നല്ല നോട്ടും കൊടുക്കണം. ചിലവനെല്ലാം കാണാം ആടി ഈടി കീറിയ നോട്ടെല്ലാം അന്ന് പറക്കിയിട്ട് എടുത്തിട്ടെല്ലാം വരുത്ത് കൊടുക്കും. നല്ല നോട്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. വയനാട്ടിലേക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അടുത്തേക്ക് വയനാട്ടിലേക്ക് ഓരോരുത്തരുടെ കീറിയ മാക്സി, കീറിയ കുപ്പായെല്ലാം എടുത്തു കൊടുത്തില്ല. ഇത് കൊടുക്കണം, ചെലവാക്കണ്ടേ? എത്ര കേട്ട് കണക്കിന് അവസാനം കത്തിക്കാടുന്നു. കാക്കട്ടെ. മജ്‌ലിസിനൂറ് കഴിഞ്ഞില്ല അല്ലേ? ഞങ്ങൾക്കൊന്നും പണിയില്ല അല്ലേ? ജലാലി ഉസ്താദ് ബാദും കഴിഞ്ഞു. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ജലാലി ഉസ്താദ് അതാദ്യം കഴിഞ്ഞു. മുടിക്കാം. മൂടിക്കോ മൂടിക്കോ. ആ എന്നാ പുച്ചിയാ മുച്ചി മുച്ചി അൽഹംദുലില്ലാ. ഇത് തേനാന്നല്ലേ? അല്ലാഹു തആല തേനിന് എന്തിനാ പഠിച്ചേ? കേക്ക് ഉണ്ടാക്കുമ്പോൾ കൂട്ടാനാ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫീഹി ശിഫാഉ ലിന്നാസ്, മനുഷ്യരെ ശിഫയുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇതില് ഒറ്റ കുപ്പിയുള്ളൂ. ഇതിൽ മന്ത്രിച്ചിട്ടുണ്ട് ക്യാൻസറിന്റെ, കിഡ്നി രോഗങ്ങളുടെ, യൂറിക് ആസിഡിന്റെ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ, ഓർമ്മശക്തിക്ക്, ബുദ്ധിശക്തിക്ക് മന്ത്രിച്ചിട്ടുണ്ട്. സിഹർ കണ്ണൂറിന്റെ മന്ത്രിയിൽ മന്ത്രിച്ചിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്നേഹം വരേണ്ട മന്ത്രിയിൽ മന്ത്രിച്ചിട്ടുണ്ട്. സ്നേഹം വരേണ്ട എന്നുള്ളതിനാ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ തേൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉറപ്പ് നൽകിയിട്ടുണ്ട് ശിഫ ഉണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ സംശയമുള്ളവൻ വാങ്ങാൻ നോക്കണ്ട. പിന്നെ സംശയം നടക്കോ എന്ന് സംശയമുള്ളവൻ തേൻ വാങ്ങാൻ പാടില്ലേ? ഓൻ ഉറപ്പുണ്ടെങ്കിലേ വാങ്ങണ്ടു. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. കുറേ തേൻ വാങ്ങിനിപ്പോ എന്തായിപ്പോന്ന് ചിന്തിക്കുന്നൊന്നും വാങ്ങണ്ട. നടക്കൂല, ഫലിക്കൂല. അല്ലാഹു തആല കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് കഴിക്കേണ്ടുന്ന രൂപം, തേൻ കഴിക്കേണ്ടുന്ന രൂപം ഞാൻ മന്ത്രിച്ചു കൊടുക്കുന്ന എനിക്ക് കിട്ടിയ ഇജാസത്ത് പ്രകാരം ഞാൻ പറയുന്നത്. മറ്റെല്ലാ തേന്റെ കഥയല്ല. ഞാൻ മന്ത്രിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രൂപമാണ് ഉള്ളം കൈ. ഉള്ളം കൈ എന്ന് പറയില്ലേ? ഉള്ളം കൈ വൃത്തിയാക്കി രാത്രി കിടക്കാൻ നേരം ഒരു തുള്ളി തേനൊഴിച്ച് 7 ഫാത്തിഹ ഓതി ഉദ്ദേശം പറഞ്ഞ് അതിലേക്ക് ഊതിയിട്ട് വേണം കഴിക്കാൻ. മനസ്സിലായ? ഇത് തേൻ രാത്രി കിടക്കാൻ നേരം ഉള്ളം കൈ വൃത്തിയാക്കി ഒരു തുള്ളി തേനൊഴിച്ച് 7 ഫാത്തിഹ ഓതി ഉദ്ദേശം പറഞ്ഞ അതിലേക്ക് ഊതിയിട്ട് വേണം കഴിക്കാൻ. ഒരു കാര്യത്തിന് വേണ്ടി 7 പ്രാവശ്യം കഴിക്കണം. ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു തുള്ളി ഒഴിച്ച് 7 ഫാത്തിഹ ഓതി ഉദ്ദേശം പറഞ്ഞ് അതിലേക്ക് ഊതിയിട്ട് വേണം കൊടുക്കാൻ. ഇനി മക്കളില്ലാത്തവരാണെങ്കിൽ മനസ്സിലാക്കണേ, ഇത് വാങ്ങിയിട്ട് തേൻ വാങ്ങി കൊണ്ടുപോയിട്ട് ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ഓളിൽ ഇങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ല. ആരുണ്ടാണോ? ഓനും കൂടി ഉണ്ടാണ്. ഇവൻ ഗൾഫിലും ഇവള് ഇടി നിന്നിട്ട് 2 ചെമ്പ് കുടിച്ചാലും ആലില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു കുപ്പി മാത്രമുണ്ട്. ഇത് ലേലം വിളിക്കാൻ, മറ്റെല്ലാം ഫ്ലാറ്റ് റേറ്റ് ആണ്. മുസാഫത്ത് ചെയ്തിട്ട് പോകുമ്പോൾ 5 റുപ്യ കിട്ടുന്നു വിചാരിച്ചേക്കണ്ട. എല്ലാം ഒരേ റേറ്റ് ആയിരിക്കും.
ഇത് മാത്രമാണ് ലേലം വിളിക്കുന്നുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. പടച്ചവും കണക്കാക്കിയവർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ, വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ ഈ തേൻ വാങ്ങുന്ന നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഇത് വാങ്ങുന്നത് പരീക്ഷിക്കാനല്ല റബ്ബേ. അള്ളാഹുവെ, ഉത്തമമായ ആഗ്രഹത്തോടെയും ബോധ്യത്തോടെയും ബോധത്തോടെയുമാണല്ലോ അള്ളാഹു. നിന്റെ പരിശുദ്ധ ഖുർആൻ നീ പരിചയപ്പെടുത്തിയതാണല്ലോ തേനിനെ കുറിച്ച് റബ്ബേ. അല്ലാഹുവേ, ഇത് ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ സലാമത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, തേനുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവും നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു വില പറ മോനെ. 786. അൽഹംദുലില്ലാഹ്. ഖാലിഖായ റബ്ബേ, സാധു വിളിച്ചത് റബ്ബേ ആഗ്രഹത്തോടെയാണ്. 786. റബ്ബേ, നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. 1786. ഖാലിഖായ റബ്ബേ, കരീമായ റബ്ബേ, റഹീമായ റബ്ബേ, നീയാണ് ഷാഫി റബ്ബേ. ആഗ്രഹത്തോടെ വിളിച്ചിരിക്കുകയാ റബ്ബേ, നീ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ സദഖ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റബ്ബേ. 5000. ഖാലിഖായ റബ്ബേ, കരീമായ റബ്ബേ, റഹീമായ റബ്ബേ, റഹ്മാനായ അല്ലാഹ്, വദൂദായ റബ്ബേ, മുജീബായ അല്ലാഹ്. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി നൽകാനാണല്ലോ റബ്ബേ. അല്ലാഹു ആശയോടെ വിളിക്കുന്നവരാണല്ലോ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. 5000. 6000. ഖാലിഖായ റബ്ബേ, കരീമായ റബ്ബേ, റഹീമായ റബ്ബേ, വദൂദായ റബ്ബേ, മുജീബായ റബ്ബേ, ജബ്ബാറായ അല്ലാഹ്. അല്ലാഹുവേ, നീ സലാമത്തിലാക്കണേ അല്ലാഹ്, നീ സന്തോഷിപ്പിക്കണേ റബ്ബേ. 6000. 6. അല്ലാഹുവേ, 6500. ഖാലിഖായ റബ്ബേ, നീ ബർക്കത്ത് നൽകണേ റബ്ബേ, നീ സന്തോഷിപ്പിക്കണേ റബ്ബേ, ഐശ്വര്യത്തിലാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ. 6500. എന്റെ 6500 പറഞ്ഞ ആളുണ്ടല്ലോ. എത്ര? 6666. റബ്ബേ, നീ കബൂൽ ചെയ്യണേ റബ്ബേ, നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. 6666. 7000. ഖാലിഖായ അല്ലാഹ്, കരീമായ അല്ലാഹ്, 7000 വിളിച്ചിരിക്കുകയാ റബ്ബേ. വിളിക്കുന്നവർക്ക് നീ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാഹ്, നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. 7313. റബ്ബേ, നീ ബർക്കത്ത് നൽകണേ റബ്ബേ, ഐശ്വര്യത്തിലാക്കണേ അല്ലാഹ്, സലാമത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹു റഹ്മത്തിലാക്കട്ടെ. 7500. ഖാലിഖായ റബ്ബേ, കരീമായ റബ്ബേ, റഹീമായ റബ്ബേ, നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, നീ സന്തോഷിപ്പിക്കണേ റബ്ബേ, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. വിളിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. മോനെ, ഇത് 11111 എടുക്കാൻ പറ്റി ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടോ? 11111. 8000 വിളിച്ചാളുണ്ട്. അല്ലാഹുവേ, നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, നീ സന്തോഷിപ്പിക്കണേ റബ്ബേ. ഇതൊരു 11111 എടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാൾ അല്ലാഹു തആല കബൂലാക്കട്ടെ. അയാൾ ആരാള് സന്തോഷിപ്പിക്കാൻ പറ്റിയ? 11111. ഒറ്റയടിക്ക് ഇൻഷാ അല്ലാഹ്. ധൈര്യമുള്ള ആളാരാ? ആരാ? വാ മോനെ. അൽഹംദുലില്ലാഹ്. അതിന്റെ മുള്ളാരം ഉണ്ടോ? 11111 മുള്ളാരം ഉണ്ടോ? ഉണ്ടോ? 1 2 3. എല്ലാരും പറയാം അൽഹംദുലില്ലാഹ്. പറ, ഒന്ന് വെച്ചിട്ട് പറ അൽഹംദുലില്ലാഹ്. വാ മോനെ, നിന്റെ പേര്? സലീം. അല്ലാഹുവേ, സലീമിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ, ഖൈറിലാക്കണേ റബ്ബേ, ബർക്കത്തിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ റബ്ബേ പലരും ഈ തേനിന് വേണ്ടി വിളിച്ചല്ലോ റബ്ബേ, അവരെ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സലീമിന് ഇത് വലിയ ഭാഗ്യമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കരീമായ റബ്ബേ, ഒരുപാട് നിഅമത്തും റഹ്മത്തും നീ ചേർക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് എന്നെ സന്തോഷിപ്പിച്ചു മോനെ സലീമേ, എന്നെ അല്ലാഹ് സന്തോഷിപ്പിക്കട്ടെ. എന്റെ പരിപാടി എന്താ?
സലാമ ഇവൻ സലീം എന്നാ പറയുന്നത്, നിങ്ങൾ സലാമ. ഇത് സലാമ സലീമ? സലീമിപ്പ വെറുതെ പേര് മാറ്റല്ല. സലീമേ, എന്താ അതിന്റെ പരിപാടി? ഭക്ഷണം ഉണ്ടാക്കൽ? അൽഹംദുലില്ലാ കിലോനാ പൈസ ഇപ്പോ. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ബർക്കത്ത് പോകാൻ. അൽഹംദുലില്ലാ അല്ലാഹ് ഖൈറിലാക്കട്ടെ, അല്ലാഹ് സന്തോഷിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എനിക്ക് സന്തോഷമായി. എന്റെ ഉദ്ദേശം അല്ലാഹ് പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ്. മറ്റേ തേനെടുത്തു അവിടെ കൊണ്ടുവച്ചിട്ട് നീ എടുക്ക്. എന്താണ് നിസ്കാരത്തിന്റെ കമ്മീഷൻ? നിസ്കരിക്കാൻ എന്നാ കൊടുക്ക്. അതെന്താക്കണ്ട കമ്മീഷൻ എന്താക്കാൻ? ലേലത്തിന് എനക്കറിയില്ല മോനെ. നിസ്കാരത്തിന് കമ്മീഷൻ എത്രണ്ണ? ഒന്നാ? നാടെ വെക്ക്. തേനുണ്ട് മോനെ, തോഫിക്ക് നൽകട്ടെ. തേന് ഇനി ഒറ്റ റേറ്റാന്നേ, ഇത് ലേലം പിടിക്കൂല, ഒറ്റ റേറ്റാണ് ഇൻഷാ അല്ലാഹ്. ഇത് കഴിക്കേണ്ട കോലം പറഞ്ഞാന്ന് മനസ്സിലായല്ലോ. ഇത് ഒന്നിന് എത്ര? 10 ദിവസത്തെ എത്ര? അതൊന്നും നടക്കൂല. പാപങ്ങൾക്കൊന്നും അങ്ങനെ വെലിങ്ങനെ കൊടുത്തുകൂടാ, സാധുക്കളല്ലേ. ഇൻഷാ അല്ലാഹ് ഒരു 500 റുപ്യ ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പിന്നെ ഇതിന്റെ പൈസ കൊടുക്കണേ, ഇല്ലെങ്കിൽ വൈദ്യുതി വീണിട്ട് കാല് പൊട്ടിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇത് ഓൺലൈനാ? കെണിയോടോ പറഞ്ഞ കെണിയോ? ഇതാ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ 500 അധികവും തരാട്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ മോനെ, ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ. പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുത്തു മോനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ ബിസ്മില്ലാ. ഇതാ ഈ ബക്കറ്റ് എനിക്ക് കൈ പിടിച്ച വേറെ പൈസ തരണം, അത് പയ്യെ തന്നാൽ മതി കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സലാം തരും ഇൻഷാ അല്ലാഹ്. ഇതിങ്ങോട്ട് പിടിക്കുമ്പോൾ എനിക്ക് ഈ കൂട്ടിട്ട് ചെയ്യാൻ കഴിയില്ല. പൈസ ഇപ്പൂല, പിന്നെ കൊടുത്താൽ മതി, കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ അടിക്കാൻ വരുമ്പോഴല്ലേ വരുന്നത്. അപ്പം എന്താ പേര്? സവാദ. നീ എന്താ ചെയ്യുന്നത്? ഗൾഫിലാ? അൽഹംദുലില്ലാ എന്താ ബർക്കത്തിൽ ഇതായിരിക്കാം. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ ഒരു ഗ്ലാസ് വെള്ളം തന്നെ കൈക്കങ്ങനെ തേനാ. മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ പെണ്ണുങ്ങൾക്ക് കൊടുത്തോ മോനെ, പെണ്ണുങ്ങൾക്ക് വേണ്ടി വരൂലേ? എന്താ മോനെ ഉസ്താദ് ഉസ്താദിന്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തേക്കേനു ഉസ്താദ്. മുഖത്തിസ് ഉസ്താദ് അൽഹംദുലില്ലാ ദുആ ചെയ്യാൻ ഉസ്താദ്. അൽഹംദുലില്ലാ മോനെ. നിന്റെ കഥ നീ ഉറങ്ങീനാ? പിന്നെ ആരാ? അൽഹംദുലില്ലാ എന്നാ ഉസ്താദിനാ? ഉസ്താദിന് ഡിസ്കൗണ്ട് ഇല്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ഒന്നും കൂടിയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ്. നമ്മളെ ഇബ്രാഹിം അല്ലേ? ബിസ്മില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഈ പാവങ്ങൾ വാങ്ങുന്ന ശിഫയാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. പിന്നെ ആരാള്? നോക്ക് മോനെ, നോക്ക് പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുക്കും മോനെ. പൈസ പിന്നെ കൊടുത്താൽ മതി, പൈസ പിന്നെ കൊടുത്താൽ മതി, ഇപ്പൊ തന്നെ കൊടുക്കണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. 2 മിനിറ്റ് നോക്ക്. എന്താ ഒരു കുട്ടി ആയിരിക്കും കൊണ്ടാ? 2 മിനിറ്റ് വെക്ക്, 2 മിനിറ്റ് വെക്ക്. ഇവിടെ വെക്ക് മോനെ. ഓക്കെ. ഇല്ലേലും വെക്കല്ല, മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേഗം കൊടുക്കും മോനെ ഒരു ഗ്ലാസ്. എന്റെ കൈക്കങ്ങനെ വെള്ളം ഇത് വേ നോക്ക് മോനെ, നോക്ക് നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂലാക്കട്ടെ. വേ നോക്ക്. പൈസ എടുത്തോടെ, പൈസ ഇടുന്ന ബക്കറ്റാ ഇത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര കുട്ടികളുണ്ട്? അൽഹംദുലില്ലാ. ലേലം വിളിക്കാനാ? എന്താ മോനെ തേനാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. 2-3 തേനുണ്ട്. അവന്റെ പേരുത്തൊരു 1.5 പേരുത്തന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഒറ്റൊന്നും ഉണ്ടാരല്ലേ നമുക്ക് പോനെ നോക്കാം പൂലാകട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതെന്താ നമുക്കല്ലേ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് ഒരു പാവം തന്നെയാന്നല്ലോ, ഉമ്മാക്ക് സുഖൂല, ലേലം വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് ലീലാഫിഹിം റഹ്ലത അശ്ശിതാഇ. നോക്ക് മോനെ, ഒരു വില പറ മോനെ. 311 13 ആരാത്? അൽഹംദുലില്ലാഹ്. അതാരാ 1000 വിളിച്ച മോൻ? തൻസീറ ഷംസീർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. 30 തുടങ്ങല് 2000. അൽഹംദുലില്ലാഹ്. ഖാലിഖായ റബ്ബേ, കരീമായ റബ്ബേ, ഇത് കാണാൻ ചെറുതാണെങ്കിൽ റബ്ബേ നീ ഇതിൽ വലിയ സലാമത്ത് നൽകണേ അല്ലാഹ്. ഒന്നേ ഉള്ളൂ, അല്ലാഹു സലാമത്ത് നൽകും ഇൻഷാ അല്ലാഹ്. എത്ര? 2000. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്.